നടി രേവതി സമ്പത്തിന്റെ ആരോപണത്തിന് പിന്നാലെ നടൻ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് രാജിക്കത്ത് കൈമാറി. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നാണ് സിദ്ദിഖ് 24-നോട് പ്രതികരിച്ചത്. രാജിയെക്കുറിച്ചൊന്നും പ്രതികരിക്കാനുള്ള ചെയ്യേണ്ടത് ഞാൻ ഔദ്യോഗികമായിട്ട് അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിഷ്ണു, രേവതി സമ്പത്ത് നേരത്തെ തന്നെ സിദ്ദിഖിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതാണ്. ഇന്നലെ 24-മായി സംസാരിക്കുമ്പോൾ അവർ കുറെ കൂടി ആധികാരികമായി വളരെ ഗൗരവമുള്ള ഒട്ടേറെ ലൈംഗിക അതിക്രമങ്ങളുടെ ആരോപണങ്ങളാണ് സിദ്ദിഖിനെതിരെ ഉന്നയിച്ചത്. വൈകിട്ട് എൻകൗണ്ടർ പ്രൈമിൽ സംസാരിക്കുമ്പോൾ രേവതി സമ്പത്ത് ഈ ആരോപണങ്ങളൊക്കെ കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. ഈ ആരോപണങ്ങളുടെ വെളിച്ചത്തിലാണല്ലോ സിദ്ദിഖ് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് രാജിവെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു? ഗോപികൃഷ്ണൻ, 2021 രേവതി സമ്പത്ത് ആദ്യമായി ഈ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷെ അന്ന് ഒരു തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനോ ഒന്നും ഈ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യാനോ ഒന്നും അമ്മ തയ്യാറായില്ല. അതിന് പ്രധാനപ്പെട്ട കാര്യം അന്ന് അമ്മ ആൺമക്കളുടേതായിരുന്നു. നമുക്കറിയാം, ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകൾ നടന്നു. ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളുടെ വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് ദിലീപിനെതിരെ നടപടിയെടുത്തത്. പക്ഷേ നിലവിൽ അമ്മയിലെ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. അമ്മ കുറച്ചുകൂടി പൊളിറ്റിക്കലായി കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വിമത സ്വരങ്ങൾ ഉണ്ടാകുന്നു. ജയൻ ചേർത്തലയെ പോലുള്ള അല്ലെങ്കിൽ മറ്റ് ആളുകൾ, ഇടതു സ്വഭാവം അല്ലെങ്കിൽ അത്തരം ആളുകളൊക്കെ ഈ വിഷയത്തിൽ ഇത് ഒരു ഏകാധിപത്യ സംഘടനയല്ല, ഇതിൽ മറ്റുള്ളവർക്ക് പറയാൻ അവകാശമുണ്ട്, ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ട് മാത്രം മുന്നോട്ട് പോകേണ്ട സംഘടനയല്ല എന്ന തരത്തിലേക്ക് അമ്മയിലെ കാര്യങ്ങൾ ചർച്ചയായി മുന്നോട്ട് പോകുന്നു. അതാണ് ഈ നിലവിൽ സിദ്ദിഖിന്റെ രാജിയിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നത് താൻ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. ഇതിനെല്ലാം വലിയ മഹത്വവൽക്കരിക്കാനുള്ള ഒരു ശ്രമം ആ പ്രസ്താവനയിലുണ്ട്. അതിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അതിന് ശ്രമിക്കുന്നുണ്ട്. ചില പ്രസ്താവനകളൊക്കെ അങ്ങനെയാണ് വന്നത്. പക്ഷേ അങ്ങനെയല്ല, വിമത സ്വരങ്ങൾ അമ്മയ്ക്കുള്ളിൽ ഉയർന്നത് തന്നെയാണ് ഈ സിദ്ദിഖിൻ്റെ രാജിക്കുള്ള പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു ഘട്ടം വരെ അമ്മ സ്വീകരിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ജനറലൈസ് ചെയ്ത് ഇതെല്ലായിടത്തും നടക്കുന്ന സംഭവമാണ്, ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്നായിരുന്നു ഏറ്റവും ആദ്യത്തെ സിദ്ദിഖിൻ്റെ പ്രതികരണം. പക്ഷേ പിന്നീട് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. പിന്നീട് നിർബന്ധിതപൂർവമായി അമ്മയ്ക്ക് വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടേണ്ടി വരുന്നു. അതിലവർ പറയുന്നു, ഞങ്ങൾ അമ്മയിലെ അംഗങ്ങൾ ഉന്നയിച്ച പരാതികൾക്കൊപ്പമാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ്. അപ്പോഴും പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, ഇതെല്ലായിടത്തും നടക്കുന്നതല്ലേ, എന്നിരുന്നാൽ പോലും ഞങ്ങൾ ഈ പരാതി ഉന്നയിച്ച ആളുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നു, എന്ത് നടപടി സ്വീകരിക്കുമെന്ന ചോദ്യത്തിൽ പോലും ഒരു മറുപടി നൽകാൻ സിദ്ദിഖിന് സാധിച്ചിരുന്നില്ല. ഇതിനെതിരെ രൂക്ഷ വിമർശനം ജഗദീഷിന്റെ ഭാഗത്തുണ്ടായിരുന്നു. കൃത്യമായ, അതായത് അമ്മയുടെ നിലപാട് വൈകിയെന്ന് ജഗദീഷ് വ്യക്തമാക്കി. നടി ഉർവശി അഴകുഴമ്പൻ നിലപാട് അമ്മ സ്വീകരിക്കരുത്, ഈ ഇരയോടൊപ്പം നിൽക്കേണ്ടത് അമ്മയുടെ ഉത്തരവാദിത്തമാണ്, രഞ്ജിത്തിന്റെ വിഷയത്തിലടക്കം അമ്മ ശക്തമായ നടപടി സ്വീകരിച്ചില്ല എന്ന വിമർശനം സിദ്ദിഖിനെതിരെ നേരിട്ട് തന്നെ ഈ അംഗങ്ങൾ ഉന്നയിച്ചു. ആ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നതിനിടയിലാണ് രേവതി സമ്പത്തിന്റെ ആരോപണം വരുന്നത്. പിടിച്ചു നിൽക്കാൻ നിക്കക്കള്ളി ഇല്ലാതെ തന്നെയാണ് ഈ സിദ്ദിഖിന്റെ രാജി എന്ന് ഉറപ്പിച്ചു പറയാനാകും. അത് ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുള്ള ഒരു കേവലമായ മാറ്റം മാത്രമല്ല, അമ്മക്കുള്ളിൽ സംഭവിച്ച അധികാരമാറ്റത്തിന്റെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലനമാണ് ഇന്ന് സിദ്ദിഖിന്റെ രാജി. ഒരുപക്ഷെ ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് അമ്മയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ WCC പോലുള്ള സംഘടനകൾ, അതല്ലെങ്കിൽ അമ്മയ്ക്കുള്ളിൽ തന്നെ പുതുതായി വന്നിട്ടുള്ള ഭരണസമിതിയിലെ ചില എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു മാറ്റത്തിന്റെ തുടക്കമായി സിനിമാ മേഖല ആകെ കാണുന്നു. പ്രത്യേകിച്ച് WCCയിലെ അംഗങ്ങളൊക്കെ പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി അതൊരു പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നു. നേരത്തെ ബോളിവുഡിലടക്കം ഹോളിവുഡിലടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ അക്കാഡമിക് വിന്നേഴ്സിനെതിരെ മീറ്റു ആരോപണം ഉന്നയിക്കുന്നത്, അവർ പിന്നീട് രാജിവെക്കുന്നതും. 2018 കേന്ദ്രമന്ത്രി അക്ബറിനെതിരെ ഇത്തരത്തിൽ ആരോപണം ഉണ്ടാകുന്നു, അദ്ദേഹം രാജിവെച്ച് പോകുന്നത് കണ്ടതാണ്. ഇതാദ്യമായി മലയാള സിനിമയിൽ മീറ്റുവിൻ്റെ പ്രതിഫലനം ഉണ്ടായിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഈ രാജി എന്ന് നമ്മൾ വിലയിരുത്തണം. ഇനി ചൊവ്വാഴ്ച അടിയന്തര എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരും. ഓൺലൈനായി യോഗം ചേരേണ്ടതില്ല, അതൊരു വലിയ വിഷയമായതുകൊണ്ട് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേർന്ന് അതിലായിരിക്കും നിർണായകമായ തീരുമാനം നടക്കുക. ഒരുപക്ഷെ പുതിയൊരു തിരഞ്ഞെടുപ്പ് ഉണ്ടാകും. കാരണം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് ഉണ്ണി ശിവപാലിനെയും അതോടൊപ്പം കുക്കു പരമേശ്വരനെ പരാജയപ്പെടുത്തിയാണ് സിദ്ദിഖ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തിയത്. 24 ദിവസം മാത്രം കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടാകുന്നു. അതിനെ എങ്ങനെ ഉൾക്കൊള്ളാനാകും, അതിനെങ്ങനെ മറികടക്കാനാകും? ഒപ്പം തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കണം, എങ്ങനെയാണ് ആളുകൾക്ക് പിന്തുണ നൽകേണ്ടത്, അക്കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഈ ചൊവ്വാഴ്ച ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ രാജി ഇതിനോടകം തന്നെ അമ്മ അംഗീകരിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പുതിയൊരു മാറ്റത്തിന് മലയാള സിനിമയിൽ ഏതായാലും ഹേമ
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മാല പോലെ വിവിധ നടിമാർ അവരുടെ പല സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മോശം അനുഭവങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നടത്തി രംഗത്ത് വന്നിരുന്നു. അതിൽ ഏറ്റവും ഗുരുതരമായ ആരോപണം നേരിട്ട അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് അദ്ദേഹത്തിന്റെ പദവി നഷ്ടമായിരിക്കുന്നു. യുവ നടിയാണ് കഴിഞ്ഞ ദിവസം പീഡനാരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. രേവതി സമ്പത്ത് ഈ കാര്യങ്ങളൊക്കെ 24ലൂടെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു മുൻപാണ് ബംഗാളി നടി ശ്രീലേഖ മിത്ര അവരോട് സംവിധായകൻ രഞ്ജിത്ത് ഒരു ലൊക്കേഷനിൽ അപമര്യാദയായി പെരുമാറി. സിനിമയ്ക്ക് വേണ്ടി തന്നെ ക്ഷണിച്ച ശേഷം പിന്നീട് അപമര്യാദയെ പെരുമാറി, ലൊക്കേഷനിലല്ല സിനിമയ്ക്ക് വേണ്ടി അവരെ ക്ഷണിച്ച അപമര്യാദയെ പെരുമാറി എന്ന ആരോപണം ഉന്നയിച്ചത്. അതിനെ തുടർന്ന് രഞ്ജിത്തിനും ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. എസ് വിജയകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. അതോടൊപ്പം തന്നെ തനേഷ് തമ്പിയും ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ഉണ്ട്. വിജയകുമാർ, രഞ്ജിത്തിന്റെ രാജിയോടുള്ള സാംസ്കാരിക മന്ത്രി രാജിയെക്കുറിച്ച് പറഞ്ഞത് നേരത്തെ വിജയൻ ശ്രദ്ധിച്ചല്ലോ. സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഒരു സമ്മർദ്ദം രഞ്ജിത്തിന് മേൽ ഉണ്ടായിട്ടില്ല, അദ്ദേഹം സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണ് ഈ രാജി എന്നതാണ്. നേരത്തെ നമുക്കറിയാം ഇടതുപക്ഷത്തെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷിയിലെ വനിതാ നേതാക്കളടക്കം ഈ കാര്യത്തിൽ ഒരു ഉറച്ച നിലപാട് എടുത്തിരുന്നു. അതിനെ തുടർന്ന് സമ്മർദ്ദം വിവിധ കോണിൽ നിന്ന് രഞ്ജിത്തിനുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്വീകരിച്ച സമീപനത്തിൽ അതൃപ്തിയുണ്ട് എന്ന വിവരം നേരത്തെ ഷഫീദ് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്താണ് രഞ്ജിത്തിന്റെ രാജിയിലേക്ക് നയിച്ച യഥാർത്ഥ കാരണങ്ങൾ? ഒരു വലിയ സമ്മർദ്ദം രഞ്ജിത്തിന് നേരിടേണ്ടി വന്നിരുന്നോ? സർക്കാർ രഞ്ജിത്തിനെ കൈയൊഴിഞ്ഞു എന്നതാണോ ഈ രാജിയിലൂടെ വ്യക്തമാകുന്നത്? ഗോപി, ഒരു സമ്മർദ്ദവും രഞ്ജിത്തിനുണ്ടായില്ല എന്ന് സാംസ്കാരിക മന്ത്രി പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ അത് കുറച്ച് അതിശയോക്തികരം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. മറ്റൊന്നുമല്ല, രഞ്ജിത്ത് വലിയ സാമൂഹ്യ സമ്മർദ്ദത്തെ നേരിട്ടിട്ടുണ്ട്. ആ സാമൂഹ്യ സമ്മർദ്ദം തന്നെയാണ് രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് വഴിവെച്ചത്. ഇപ്പോൾ CPM സർക്കാരിൽ നിന്ന് ആരെങ്കിലുമോ സാംസ്കാരിക വകുപ്പോ രഞ്ജിത്തിനോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എങ്കിൽ പക്ഷേ രഞ്ജിത്തിന് എങ്ങനെ രാജിവെക്കേണ്ടി വന്നു എന്നത് വലിയ ചോദ്യമാണ്. രഞ്ജിത്ത് പദവിയിൽ തുടരാൻ നടത്തിയ ശ്രമങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ മറികടന്ന് രാജിവെക്കാതെ മറ്റു വഴിയില്ല, ഗത്യന്തരമില്ലാതെ രാജി എന്ന് നമ്മൾ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് ശരി തന്നെയാണ്. അതിന് വഴിവെച്ചത് ഈ സാമൂഹ്യ സമ്മർദ്ദം തന്നെയാണ്. വലിയ തോതിൽ ഇപ്പോൾ ഇടതുപക്ഷ പ്രവർത്തകർ, ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ, LDFൻ്റെ ഭാഗമായി CPIയിലെ വനിതാ നേതാക്കളടക്കം രഞ്ജിത്ത് രാജിവെക്കുന്നതാണ് നല്ലത് എന്നത് വളരെ മൃദുവായ ഭാഷയിലാണെങ്കിലും പറഞ്ഞു. നമ്മൾ ഓർക്കണം, ഇന്നലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ പ്രതികരണം നമ്മളെ അത്ഭുതപ്പെടുത്തി. ഇത്രയും ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ടും എൻ്റെ സുഹൃത്തു കൂടിയായ രഞ്ജിത്ത് പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന വളരെ മൃദുവായ സമീപനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വീകരിച്ചത്. ഒരു രാഷ്ട്രീയ പദവി, ഇപ്പോൾ രഞ്ജിത്തിനെ പോലെ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയാണല്ലോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവി എന്നത് CPM അദ്ദേഹത്തിന് നൽകിയത്. അപ്പോൾ അത്തരമൊരു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചേക്കും എന്ന വിവരം കൂടി ആ ഘട്ടത്തിൽ വന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അവസാന നിമിഷമാണ് അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അത്തരമൊരു ഇടതുപക്ഷ ഒരു CPM-നോടൊപ്പം നിൽക്കുന്ന ഒരാൾ ഇത്തരമൊരു ആരോപണത്തിൽപ്പെട്ട്, എന്ന് വെച്ചാൽ കേവലം ആരോപണമല്ല, അതിൻ്റെ സമയം, കാലം, സാഹചര്യമൊക്കെ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അഭിനേത്രി വിശദീകരിക്കുകയും നമ്മൾ കേൾക്കുകയും മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ഒക്കെ ചെയ്തതാണ്. അവർ ആ ഘട്ടത്തിൽ എവിടെയും അത് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് നമ്മൾ കണ്ടതാണ്. അത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എൻ്റെ സുഹൃത്തു കൂടിയായ രഞ്ജിത്ത് ആ പദവിയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന മട്ടിലൊരു ഉപദേശ രൂപേണ ഒരു വളരെ മൃദുഭാവത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ശരിയാണ്, രാഷ്ട്രീയ സമ്മർദ്ദം രഞ്ജിത്തിനുണ്ടായിട്ടില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹവും രഞ്ജിത്ത് രാജിവെച്ച് മാറുന്നതാണ് നല്ലത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രഞ്ജിത്ത് പദവിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് അങ്ങനെ ഉറച്ചു പറയാൻ പ്രതിപക്ഷത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല എന്നത് ഈ ദിവസങ്ങൾ ഇന്നലെ നമ്മൾ പ്രത്യേകിച്ച് കണ്ടതാണ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPM-ലെ വനിതാ നേതാക്കൾ നമ്മൾ ആരെയും കണ്ടില്ല രഞ്ജിത്ത് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ വീണ ജോർജ് ഇതിൽ രഞ്ജിത്ത് രാജിവെക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെച്ചതായി നമ്മൾ കണ്ടില്ല. ഡോക്ടർ R ബിന്ദു, മറ്റൊരു മന്ത്രി, അവരും രഞ്ജിത്ത് രാജിവെക്കണമെന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല. പിന്നീട് മാധ്യമങ്ങളെ കണ്ടത് ബൃന്ദ കാരാട്ടാണ്. ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇടപെടുമെന്ന് നമ്മൾ കരുതിയ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് ബൃന്ദ കാരാട്ട് കുറച്ചുകൂടി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെറും കമ്മിറ്റി അല്ലേ, അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ലല്ലോ എന്നാണ് പറഞ്ഞത്. തന്നെയുമല്ല, ഇതിൽ നടപടിയെടുക്കണമെന്ന ശുപാർശയൊന്നും അതിലില്ല എന്നുകൂടി, നിയമപരമായ നടപടിയെടുക്കണമെന്ന ശുപാർശയൊന്നും അതിലില്ല എന്നുകൂടി പറയുകയും ചെയ്തു. അങ്ങനെ ആ മട്ടിലാണ് പ്രതികരണം ഇടതുപക്ഷ നേതാക്കളിൽ നിന്ന് ഉണ്ടായത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? സാമൂഹ്യ സമ്മർദ്ദം മാത്രമാണ് രഞ്ജിത്തിൻ്റെ രാജിയിലേക്ക് വഴിവെച്ചത് എന്ന് കൃത്യമായി പറയാം.